ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിൽ പിശക് പറ്റിയോ എന്ന സംശയമുണ്ടെന്ന് പാലോളി മുഹമ്മദ് കുട്ടി. 80:20 എന്നത് എങ്ങനെ സംഭവിച്ചുവെന്ന് കോടതിയെ ബോധിപ്പിക്കേണ്ടതായിരുന്നു. സച്ചാർ കമ്മിറ്റി, പാലോളി കമ്മിറ്റി റിപ്പോർട്ടുകൾ അപ്രസക്തമായി എന്ന് പറയുന്നത് പൊള്ളത്തരമാണ്. സർക്കാർ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് ശരിയാണെന്നും 5 കൊല്ലം UDF ഭരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഉത്തരവിൽ മാറ്റം വരുത്താത്തതെന്നും പാലോളി പാലക്കാട്ട് ചോദിച്ചു. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ അതേപോലെയോ അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന വിഭാഗം അവരെ കൂടി ഉൾപ്പെടുത്തി എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്തത്. അത് 100% ശരിയായിരുന്നു. അങ്ങനെ ഒരു ഗവൺമെൻറ്റിന് രാജ്യത്ത് ഭരണത്തിൽ മുന്നോട്ട് പോകാനാകൂ എന്നുള്ളതാണ് നിലവ്. കോടതി വിധി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ചില പ്രശ്നങ്ങൾ വന്നു. അവർക്ക് 20% കിട്ടുന്നുള്ളൂ, കാര്യമായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല എന്ന് വന്ന് അങ്ങനെ കോടതിയിൽ പോയി. കോടതി അത് കണ്ടത് 80-20 എന്ന് പറഞ്ഞിട്ട് തുല്യമല്ലല്ലോ. തുല്യമാണെന്നുണ്ടെങ്കിൽ 50-50 ആക്കണം. അപ്പം ന്യൂനപക്ഷങ്ങൾക്ക് ആകെ കൊടുത്തിട്ടുള്ള ഫണ്ടാണ് എന്നുള്ള മട്ടിലാണ് കോടതി കണ്ടത്. അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള വീഴ്ച പറ്റിയോ എന്തോ സംശയിക്കണം. അതുകൊണ്ടാണ് സതീശൻ പ്രതിപക്ഷ നേതാവ് ആദ്യം അതിനെ സ്വാഗതം ചെയ്തു, ശരിയാണെന്നുള്ളതാണ്. പക്ഷെ മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസ്സിന് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അവർ ഒച്ചപ്പാട് വെച്ചപ്പോൾ സതീശൻ നിന്ന് മാറ്റി പറഞ്ഞതായി പത്രത്തിൽ കണ്ടു. അപ്പോൾ ഗവൺമെൻറ് ആ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ശരിയാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിനെ ചൊല്ലി UDF-ൽ ആശയക്കുഴപ്പമില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. വിവാദം UDF-ൽ ചർച്ച ചെയ്യുമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ആശങ്കകളുള്ള വിഭാഗങ്ങളുമായി സർക്കാർ ചർച്ച നടത്തണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. UDF അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു വ്യക്തമായ ഒരു തീരുമാനമെടുക്കും. അത് സംബന്ധിച്ച് ഒരു ധാരണ പെശകും ഉണ്ടാകത്തില്ല. പക്ഷെ അത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഈ കാര്യത്തിനൊരു നല്ല പരിഹാരം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഒരു ഇതാണ്. സൂക്ഷ്മതയോടെ പ്രശ്നം കൈകാര്യം ചെയ്യാം. കാരണം കേരളത്തിൽ സൗഹാർദ്ദത്തിൽ കഴിയുന്ന 2 സമുദായങ്ങൾ തമ്മിൽ നാളെ ഒരു സംഘർഷം ഉണ്ടാവരുത്. ഇതിനെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ കാണരുത്. ഇന്ന് ഏതെങ്കിലും വിഭാഗത്തിന് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ ആരുമായിട്ട് ഏറ്റുമുട്ടാനല്ല, നേരെ മറിച്ച് ഇത് സൗഹൃദത്തിൽ പരിഹരിക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പാർട്ടി ഇതിനെക്കുറിച്ച് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നതാണ്. അപ്പോൾ ഞാൻ മിക്കവാറും നാളെ KPC പ്രസിഡന്റ് ഡൽഹിയിലുണ്ടാവും. ഞങ്ങൾ കാരണം നാളെ തൊട്ട് ഞങ്ങളുടെ പാർലമെന്റ് കൂടുകയാണ്. പാർലമെന്റിന്റെ ഗ്യാപ്പുള്ളൊരു ദിവസം പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി കൂടി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് രാഷ്ട്രീയകാര്യ സമിതി കൂടിയിട്ട് തീരുമാനം എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും തിരുവനന്തപുരത്ത് നിന്ന് സജിത്തും ചേരുന്നു. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, ശ്രീ പാലോളി പറഞ്ഞ പോയിന്റുകൾ എന്താണ്? ഏത് കാര്യമാണ് കോടതിയിൽ ധരിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയോ എന്ന സംശയം അദ്ദേഹം ഉന്നയിക്കുന്നത്? ഗോപി, പാലോളി വളരെ വിശദമായാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആദ്യഘട്ടത്തിൽ ഏത് സാഹചര്യത്തിലാണ് പാലോളി കമ്മീഷൻ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്? അതായത് സച്ചാർ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് തീരുമാനമെടുക്കുകയും അങ്ങനെ പാലോളി കമ്മീഷൻ രൂപീകരിച്ച് നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്തു എന്നതാണ് അദ്ദേഹം വിശദമാക്കുന്നത്. പക്ഷേ ഇത് കോടതിയിൽ ഒരു കേസായി വന്ന സമയത്ത് 80:20 എന്ന അനുപാതം അത് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച പറ്റിയോ എന്നതാണ് പാലോളി പരോക്ഷ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ഇത് മുസ്ലിം വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് മാത്രമായിരുന്ന ഒരു കമ്മീഷനും അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമായിരുന്നു. പക്ഷെ പിന്നീട് 20% എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളുടെ പ്രശ്നം കൂടി അഭിമുഖീകരിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് 2011 LDF സർക്കാർ തന്നെ ആ സമയത്ത് ഒരു തീരുമാനമെടുത്തത്. പക്ഷെ ആ തീരുമാനം നടപ്പിലാക്കിയത് UDF-ന്റെ സമയത്താണ്. അങ്ങനെയാണ് ഈ തീരുമാനം 80:20 എന്നത് വന്നത്. അത് പക്ഷേ കോടതിയിൽ വന്നപ്പോൾ അത് കൃത്യമായി സച്ചാർ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനങ്ങളല്ല, അത്തരം കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നതിൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച പറ്റിയോ എന്നത് സംശയമുണ്ട് എന്നതാണ് പാലോളി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പുതിയ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന സർക്കാരിന്റെ തീരുമാനം പൂർണ്ണമായും ശരിയാണ് എന്നത് തന്നെയാണ്. ഈ സർക്കാർ എന്ന് പറയുന്നത്
പറയുന്നത് സർക്കാർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റേതല്ല. എന്നാൽ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അത് പൂർണ്ണമായും ശരിയാണ്. മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതാണ് പാലോളി വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ശരിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ അനുവാദത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിഭാഗത്തിന് വാദം ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു. സജിത്ത് കുറിച്ചിരുന്നു. സജിത്ത്, UDF-ലുള്ള കൺഫ്യൂഷനുകൾ എന്തൊക്കെയാണ്? ഗോപി, UDF-നകത്ത് ആശയക്കുഴപ്പം അവസാനിച്ചിട്ടില്ല. പ്രതിസന്ധി നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പൊതുവിൽ സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു പൊതു നിലപാടാണ് ഇതുവരെ UDF സ്വീകരിച്ചത്. പക്ഷേ മുസ്ലിം ലീഗ് വിഷയത്തിൽ എടുത്തിരിക്കുന്ന കടുത്ത സമ്മർദ്ദമാണ് UDF-നെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ സമ്മർദ്ദമായി നിലനിൽക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് BD സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കം നിലപാടുകളിൽ മാറ്റം വരുത്തി തന്നെ അദ്ദേഹത്തിന് പ്രസ്താവന ഇറക്കേണ്ട സാഹചര്യം തന്നെ ഉണ്ടായി. അതായത് പൊതുവിൽ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ സ്വാഗതം ചെയ്ത പ്രതിപക്ഷ നേതാവിന് പിന്നീട് മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക പരിഗണന നഷ്ടപ്പെട്ടു എന്ന നിലപാടെടുക്കേണ്ടി വന്നു. അക്കാര്യത്തിൽ സർക്കാരിന് മുന്നിൽ ഒരു പരിശോധന ഉണ്ടാവണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും UDF നേതാക്കൾ ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തി വരികയാണ്. ഒരു പൊതു നിലപാടെടുത്തുകൊണ്ട് പുതിയൊരു നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വെക്കാനുള്ള ആലോചനയിലേക്കാണ് UDF നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതായത് മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ പരിഗണന നൽകുന്ന പുതിയ ഒരു പദ്ധതി അല്ലെങ്കിൽ പുതിയ ചില തീരുമാനങ്ങൾ ഉണ്ടാവണമെന്ന ആവശ്യം അവൻ മുന്നോട്ട് വയ്ക്കും. ഇതിന് സാഹചര്യം ഒരുങ്ങുന്നത് ജസ്റ്റിസ് JB കോശി അധ്യക്ഷനായ ഒരു സമിതിയെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നം പഠിക്കാൻ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ സമിതിയുടെ റിപ്പോർട്ട് വരുമ്പോൾ സർക്കാരിന് ചില പരിഗണനകൾ ആ മേഖലയ്ക്ക് നൽകേണ്ടി വരും. അങ്ങനെയെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് നൽകിക്കൂടെ, അതൊരു സാധ്യതയല്ലേ എന്ന തരത്തിലേക്ക് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനായിരിക്കും UDF ആലോചന നടക്കുക. എന്തായാലും UDF കേന്ദ്രങ്ങൾ ഈ വിഷയങ്ങളിൽ ആലോചന നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് മാത്രം വഴങ്ങി തീരുമാനം എടുത്താൽ അത് കോൺഗ്രസിൻ്റെ മറ്റ് മേഖലകളിൽ നിന്നും വെല്ലുവിളി ഉയർത്തില്ലേ എന്ന ചോദ്യവും കോൺഗ്രസിൽ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും അത്തരം ആശങ്കകളൊക്കെ കോൺഗ്രസിന് പരിഗണിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാലതാമസമാണ് ഉണ്ടാവുന്നത്. മറ്റൊന്നുകൂടിയുണ്ട് ഗോപി, സർക്കാരിനെ സംബന്ധിച്ച് ഏറെക്കുറെ സുരക്ഷിതമായൊരു സാഹചര്യത്തിലേക്ക് ഈ പ്രതിസന്ധി എത്തിച്ചേർന്നു എന്നാണ് അവരുടെ വിലയിരുത്തൽ. കാരണം അങ്ങേയറ്റം പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്ന, തീരുമാനമെടുക്കാൻ വലിയ വെല്ലുവിളി ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു ഈ കോടതി ഇടപെടലിനെ തുടർന്ന് ഈ വിഷയത്തിലുണ്ടായത്. പക്ഷേ സർക്കാർ സർവകക്ഷി യോഗം വിളിക്കുകയും അതിനുശേഷം ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്തു. ജനസംഖ്യാ അനുപാതത്തിലാണ് സംവരണം, ഈ സ്കോളർഷിപ്പ് വിതരണം സർക്കാരിൻ്റെ തീരുമാനം. പൊതുവിൽ പ്രതിപക്ഷ കക്ഷികൾ അടക്കം അവരെക്കൊണ്ട് അടക്കം ഇതിനെ സ്വാഗതം ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. നേരിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ പോലും ഇനി പൊതുവിൽ ഈ വിഷയത്തെ, വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന വിഷയത്തെ ഏറെക്കുറെ കേടുപാടില്ലാതെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ ആത്മവിശ്വാസം. എന്തായാലും UDF-ൽ ആശയക്കുഴപ്പമുണ്ട്. അത് സംബന്ധിച്ച ചർച്ചകൾ നേതൃത്വ തലത്തിൽ നടന്നു വരികയുമാണ്. സഹിതാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിവാദത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മകനും SYS സംസ്ഥാന സെക്രട്ടറിയുമായ AP അബ്ദുൽ ഹക്കീം അസ്ഹരി മുഖ്യമന്ത്രി വാക്കുപാലിക്കാത്തത് ഖേദകരമാണ്. കോടതി വിധി നടപ്പാക്കിയതാണെന്ന് കരുതുന്നില്ല എന്നും തീരുമാനം ധൃതി പിടിച്ചതും ലാഘവത്തോടെയുള്ളതുമാണെന്നും അസ്ഹരി പറഞ്ഞു. സർക്കാർ നടപടി അപകടകരവും സമൂഹനീതിയെ അട്ടിമറിക്കുന്നതുമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ പിന്തുണച്ച് അബ്ദുൽ ഹക്കീം അസ്ഹരി രംഗത്ത് വന്നിരുന്നു. സർക്കാർ അനുവദിച്ച ലോക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നതോടെ മാർക്കറ്റുകളിൽ തിരക്ക്. ബക്രീദ് പ്രമാണിച്ച് ഇന്നു മുതൽ 3 ദിവസത്തേക്കാണ് ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയത്. കൊച്ചി ബ്രോഡ്വേയിൽ നിന്നും സിജോ വി ജോൺ, തിരുവനന്തപുരം ചാല മാർക്കറ്റിന് ശരൺ, കോഴിക്കോട് നിന്ന് മിഠായി തരുന്ന വിനേഷ് കുമാർ എന്നിവർ ചേരുന്നു. ആദ്യം ശരണിലേക്ക്. ശരൺ, ഏതായാലും ഇളവുകളുള്ള ഞായറാഴ്ച എങ്ങനെയാണ്? കുറേ ആഴ്ചകൾക്ക് ശേഷമാണ് ഞായറാഴ്ച കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. അതായത് കഴിഞ്ഞ ഞായറാഴ്ചകളിലെല്ലാം തന്നെ സമ്പൂർണ്ണ അടച്ചിടലായിരുന്നു. അതുകൊണ്ട് കടകളെല്ലാം പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ ഇന്നു മുതൽ, അതായത് ബക്രീദ് പ്രമാണിച്ചുള്ള ഇളവുകൾ ഇന്നു മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. TPR-ന്റെ അടിസ്ഥാനത്തിൽ 4 കാറ്റഗറികളായിട്ട് നേരത്തെ തിരിച്ചിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളെ. ഇതിൽ A, B, C കാറ്റഗറിയിലുള്ള പ്രദേശങ്ങളിലാണ് ഇളവുകൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇന്നു മുതൽ 3 ദിവസത്തേക്കാണ് ഇളവുകൾ നിലവിൽ വന്നിരിക്കുന്നത്. D കാറ്റഗറിയിലുള്ള പ്രദേശങ്ങളിൽ നാളെ പൂർണ്ണമായും തന്നെ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ നിൽക്കുന്ന ചാല മാർക്കറ്റിൽ, തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും. ഇവിടെ കടകളെല്ലാം തന്നെ പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കുകയാണ്. എങ്കിൽ പോലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് കാര്യമായ തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഞായറാഴ്ചത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. രാവിലെ ആയിരിക്കില്ല, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ
തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായ പരിശോധന നടത്തണമെന്നാണ് ജില്ലാ പോലീസ് മേധാവി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ഈ TPRന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ ഇളവുകൾ ബക്രീദ് പ്രമാണിച്ചുള്ള ഇളവുകൾ ഇന്നു മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. ഇത് കൂടാതെയുള്ള മറ്റ് ചില ഇളവുകൾ, അതായത് A, B കാറ്റഗറിയിലുള്ള പ്രദേശങ്ങളിൽ സിനിമ ഷൂട്ടിംഗ് നടത്താനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അത് നാളെ മുതലാണ് നിലവിൽ വരിക. ഏതായാലും ഒരു ഡോസ് വാക്സിൻ എടുത്ത ആളുകൾക്ക്, ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്ത ആളുകൾക്ക് മാത്രമേ ഈ സിനിമ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ അനുമതി ഉണ്ടാകൂ. ഏതായാലും ഇത്തരത്തിൽ ഇളവുകൾ നിലവിൽ വരുമ്പോൾ വലിയ തിരക്ക് തിരുവനന്തപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന ശക്തമായി തന്നെ തുടരുകയാണ്. സിജോ ആണ് ചേരുന്നത് കൊച്ചിയിൽ നിന്നും, കൊച്ചി ബ്രോഡ്വേയിൽ നിന്നും. സിജോ, അവിടെ എങ്ങനെയാണ്, തിരക്കുണ്ടോ? ഗോപി, ശരാശരി സാധാരണയുള്ള ദിവസത്തേക്കാൾ വലിയ അത്ര തിരക്കും ഇന്ന് ഈ ഇടവുള്ള പശ്ചാത്തലത്തിൽ ഇതുവരെയും ബ്രോഡ്വേയിലില്ല. എന്തായാലും വൈകുന്നേരത്തോടു കൂടി കുറച്ച് ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൊച്ചിയിലൊക്കെ സാധാരണ രീതിയിൽ ഈ ഉത്സവ ദിവസങ്ങളോട്, പെരുന്നാൾ ദിവസങ്ങളോട് അടുത്ത് കൂടുതൽ ആളുകൾ ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത്ര ഒരു സജീവമായ തിരക്ക് ഇപ്പോൾ മാർക്കറ്റുകളിലോ അല്ലെങ്കിൽ പുറത്തോ ഇല്ല എന്നുള്ള അവസ്ഥയാണുള്ളത്. എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു വ്യാപാരികൾക്ക് ഉണ്ടായിരുന്നത്. ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം ഇളവുകൾ വന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഈ പ്രതീക്ഷകളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ ഇറങ്ങാതിരിക്കുന്നുള്ളത്. ചേട്ടാ, നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഇന്ന് രാവിലെ മുതലുള്ള കച്ചവടം എങ്ങനെയാണ്? ആളുകൾ കാര്യമായി കുറവാണ്, കാര്യമായിട്ട് കുറവാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇളവുകളൊക്കെ വന്ന സാഹചര്യത്തിൽ ആളുകൾ ഇറങ്ങുമെന്നുള്ളത്? ഇളവുകൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ആരും ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഈ പെരുന്നാൾ ദിവസം വരുവാണല്ലോ, ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിലേക്ക് വരുമോ? എങ്ങനെ പൊതുവെ ട്രെൻഡ് എങ്ങനെയാണ്? പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും, വിശേഷ ദിവസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും വരുന്നല്ലേ ആളുകൾ വരേണ്ടതാണ്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഓക്കെ ആവും തോന്നുന്നല്ലേ? ഓക്കെ ആവും അടുത്ത പ്രാവശ്യം. നമുക്ക് സാധനം വാങ്ങാൻ വന്ന ആളുകളുണ്ട്, അവരോട് തന്നെ ചോദിച്ചു നോക്കാം. കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, സ്ഥിരമായ ആളുകൾ വന്നു. ചേട്ടാ, സ്ഥിരമായിട്ട് സാധനങ്ങൾ ഇളവ് വന്നിട്ടുണ്ട്, അതിന്റെ ഒരു ആശ്വാസം ഉണ്ടോ? അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. കാരണം വഴികൾ ഇപ്പോൾ തുറന്നേക്കണമുണ്ട്, ഞങ്ങൾക്ക് പോക്കുവരവിനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ സാധനങ്ങളും വില കൂടിയിട്ടുണ്ടെങ്കിലും നമുക്ക് സാധനങ്ങളെല്ലാം മേടിക്കാനുള്ള ഒരു ധൈര്യത്തിന് പോരാ, ആരെ ആശ്രയിക്കാണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഒറ്റയ്ക്കാണോ സാധനം വാങ്ങാൻ വന്നേക്കുന്നത്? ഞാൻ എൻ്റെ മകളുണ്ടാവും, പക്ഷേ ഇപ്പോൾ ഒറ്റക്കാണ്. ഇന്ന് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വഴിയിലുള്ള പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒറ്റക്കാ വന്നു. ആളുകളെ കൂട്ടി ഇറങ്ങി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്നുള്ള ഇത് മാത്രമാണ് ഇപ്പം ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ അങ്ങനെ ഇപ്പോൾ സഹകരിക്കുന്നുണ്ട് എല്ലാവരും. പോലീസിന്റെ ശക്തമായ നിയന്ത്രണങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ രാവിലെ ACP ലാൽജിയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബ്രോഡ്വേ മാർക്കറ്റിൽ മാത്രം 20 പോലീസുകാരെയും അതോടൊപ്പം തന്നെ 2 SIമാരെയുമാണ് വിന്യസിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ സാമൂഹ്യ അകലം പാലിച്ച് മാത്രമേ ഇവിടെ എത്തുന്ന ആളുകൾക്ക് സാധനം വാങ്ങാവുള്ളൂ. അതോടൊപ്പം തന്നെ ഈ കച്ചവടക്കാർക്കും കർശനമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് കൊച്ചിയിലെ ക്രമീകരണങ്ങൾ. എന്തായാലും പെരുന്നാളിനോട് അനുബന്ധിച്ച അടുത്ത ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ കൂടുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് വരും, കച്ചവടം തകൃതിയായി നടക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് വ്യാപാരികൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നും സിജു ആണ്. തിരുവനന്തപുരത്ത് നിന്നും പ്രതികരണങ്ങൾ കണ്ടു. ഏതായാലും ഇളവുണ്ടെങ്കിലും ജനങ്ങൾ വളരെ ബോധവാന്മാരാണ് രോഗത്തെക്കുറിച്ചും അതിൻ്റെ ആ സാഹചര്യത്തെക്കുറിച്ചും. പരമാവധി ആവശ്യമുള്ളവർ മാത്രമേ ഇറങ്ങുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. മറ്റ് വാർത്തകളിലേക്ക്. കൊച്ചി മറൈൻ ഡ്രൈവിൽ വാടക കുടിശ്ശികയുടെ പേരിൽ കട ഒഴിപ്പിക്കപ്പെട്ട പ്രസന്നകുമാരിക്ക് ഇളവ് അനുവദിക്കാമെന്ന് GCDA. നിശ്ചിത തുക അടച്ചാൽ ഇളവ് നൽകാമെന്നും തവണ വ്യവസ്ഥയിൽ അടയ്ക്കാൻ അനുമതി നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു. GCDAയുടെ കട ഒഴിപ്പിച്ചതിനെ തുടർന്ന് ദുരിതത്തിലായ പ്രസന്നകുമാരിയുടെ കഥ ഞങ്ങളുടെ പ്രതിനിധി അനീഷ് കുമാർ വാർത്തയാക്കിയതോടെയാണ് നടപടിയുണ്ടായത്. എനിക്ക് അലോട്ട്മെൻറ്റ് ഇവർ ചെയ്ത് സ്ഥലം മാത്രമേ തന്നുള്ളൂ. ഇത് ഞാൻ മുദ്ര ലോണ് കാനറ ബാങ്കിൽ നിന്ന് 3,36,000 രൂപ ലോൺ എടുത്തിട്ട് ഈ കെട്ടിടം മാത്രം സാധനങ്ങളും ഞാൻ പണിത് എടുത്തതാണ്. ഞാൻ സ്വന്തമായിട്ട് പണിതതാണ് ഈ കെട്ടിടം. എനിക്ക് എൻ്റെ മോൾക്ക് ആവിജനാന്ത കാലം വരെയാണ് ഈ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ പണിതിട്ടുണ്ട്. എൻ്റെ കാലം കഴിഞ്ഞാലും എൻ്റെ മോൾക്ക് ഇത് വെച്ച് ജീവിക്കണം. അതുകൊണ്ട് അപ്പോൾ എനിക്ക് ആ ബാങ്കിലെ കടവുണ്ട്, GCDയിലെ കടവുണ്ട്,
അന്ന് എന്നപ്പോൾ ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള ഇതിപ്പോൾ അതിൽ നിന്ന് കിട്ടണില്ല സാറേ. കൂടി വന്നാൽ 200 രൂപ 300 രൂപയൊക്കെയാണ്. അത് വെച്ചുകൊണ്ട് എനിക്ക് GCDയിൽ ഇത്രയും വലിയ തുക അടക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കണില്ല. ഞാൻ അടക്കൂല എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വരുമാനം വന്നു കഴിഞ്ഞാൽ ഞാൻ പൈസ അടക്കാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെക്കൊണ്ട് ഒരു നിവർത്തിയില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സങ്കടം. ഇത് ഇപ്പോൾ എനിക്ക് മരണം മാത്രമാണ് എൻ്റെ മുൻപിൽ ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം ഇത് തുറക്കാണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ഒരു ചായപ്പൊടി മേടിച്ച് തിളപ്പിക്കണമെങ്കിൽ തന്നെ ഇത് തുറന്നാലേ പറ്റുള്ളൂ. എൻ്റെ മോളിപ്പോൾ അവിടെ ഇരുന്ന് ആകെ കഷ്ടപ്പെടുകയാണ്. അവൾ എന്നെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ മരണക്കുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കടമെന്ന് പറഞ്ഞാൽ എൻ്റെ തലയിൽ കൊള്ളാൻ പറ്റാത്ത കടം എനിക്ക് വന്നിട്ടുണ്ട്. ഈ GCDക്കാർ പറഞ്ഞിരിക്കുന്നത് GCDയിൽ ഞാൻ കുറേ പൈസ അടച്ചിട്ടുണ്ട്. ആ അടച്ച പൈസ പോലും ഇവരിപ്പോൾ കാണിച്ചിട്ടില്ല. അനീഷാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, രാവിലെ 9 മണിക്കാണ് അനീഷ് ഈ ഇവരുടെ ഒരു ദുരവസ്ഥ പ്രേക്ഷകരുടെയും അധികാരികളുടെയും മുന്നിലെത്തിക്കുന്നത്. ഏതായാലും ഇപ്പോൾ GCD ഇടപെട്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെയൊക്കെയാണത്? തീർച്ചയായും ഗോപികൃഷ്ണൻ GCD ചെയർമാൻ അല്പസമയം മുമ്പ് നമ്മെ വിളിച്ചിരുന്നു. ഇവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ തനിക്ക് അറിവില്ലായിരുന്നു എന്നാണ് GCD ചെയർമാൻ പറയുന്നത്. ഒരു ഔദ്യോഗിക നടപടിക്രമം എന്ന രീതിയിൽ ഓഫീസ് കാര്യങ്ങൾ അനുസരിച്ചും മറ്റും ഓഡിറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നിരന്തരമായി കുടിശ്ശിക വന്ന സാഹചര്യത്തിൽ അവരെ ഒഴിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഔദ്യോഗിക തലത്തിൽ പോയത്. ഇത് വ്യക്തിപരമായൊരു അറിവോടെ അല്ല നടന്നത്. ഇവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് നാളെ തന്നെ അവരുമായി ഒരു കൂടിക്കാഴ്ചക്കുള്ള അല്ലെങ്കിൽ അവരെ കാണുന്നതിനുള്ളൊരു കാര്യങ്ങൾ അവർ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം അവർക്ക് ഒറ്റത്തവണയായി ഒരു തുക അടച്ചാൽ ബാക്കി പണം പല തവണയായി ഏറ്റെടുക്കുന്നതിനുള്ളൊരു നടപടിക്രമങ്ങൾ ഉണ്ടാവുകയെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളടക്കമുള്ള ആളുകളും ഈ പ്രശ്നം ഏറ്റെടുത്ത് വളരെ സജീവമായി തന്നെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ പറയാം ഈ കാര്യങ്ങൾ. GCD ചെയർമാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ GCD ചെയർമാനെ വിളിച്ചിരുന്നു നമ്മളെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അറിവുണ്ടായില്ല, അദ്ദേഹത്തെ ഒന്നും നേരിട്ട് കണ്ടൊന്നുമില്ല. ഈ നോട്ടീസൊക്കെ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. എന്തായാലും ഒറ്റത്തവണയായിട്ട് കുറച്ച് പണം കൊടുക്കുകയും ബാക്കി തവണയായി അടച്ചാൽ ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് സാറേ ഇവിടെ പിന്നെ ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങൾ നിൽക്കട്ടെ. ഈ വർക്കിൻ്റെ കാര്യങ്ങളായി വന്ന സമയത്ത് ഒരു 5-8 മാസം എനിക്ക് കട നടത്തിക്കൊണ്ട് പോകാൻ പറ്റാണ്ട് വന്നു. എനിക്ക് ആ പൈസ എനിക്ക് കുറച്ച് തരണം. ഈ ലോക്ക്ഡൗണിൻ്റെ പൈസ എനിക്ക് കുറച്ച് തരണം. പിന്നെ എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ ഉള്ളത് ഞാൻ അടച്ചിട്ട് ബാക്കി ഞാൻ ഈ പണി നമുക്ക് പുരോഗമിച്ച് വരുമ്പോഴത്തേനും കുറേശ്ശെ ഞാൻ അടച്ചോളാം. അടക്കാൻ തയ്യാറാണ്. ചെയർമാനെ ഞാൻ കണ്ടില്ല. അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയുന്നുമില്ല. കാരണം ഞാൻ സെക്രട്ടറിനെ പോയി കണ്ടായിരുന്നു. സെക്രട്ടറിയാണ് എന്നോട് പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ചെയർമാനെ ഞാൻ കണ്ടതേ ഇല്ല. പിന്നെ ചെയർമാൻ എനിക്ക് അനുകൂലമായിട്ട് നാളെ കാണാമെന്ന് പറഞ്ഞു. നാളെ രാവിലെ കാണാൻ സമയം നാളെ കാണാം. അപ്പം കാണാൻ തയ്യാറാണ്. കാണാം. എന്തായാലും ഗോപികൃഷ്ണൻ അവർ നാളെ കാണാം, ചെയർമാനെ കാണാം എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഈ വലിയ തുക 9 ലക്ഷം രൂപ എങ്ങാണ്ട് കുടിശ്ശിക വരും എന്നാണ് പറയുന്നത്. കാരണം മറൈൻ ഡ്രൈവിൽ നമുക്ക് വലിയ വാടക നിരക്കുള്ള ആണ്. ഓരോ സ്ക്വയർ മീറ്ററിന് പോലും വലിയ വാടക നിരക്കാണ്. അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ കാലത്തെയും ഒപ്പം നവീകരണത്തിൻ്റെ ഭാഗമായി ഈ മറൈൻ ഡ്രൈവിൽ കുറച്ച് നാളുകൾ അടച്ചിട്ടിരുന്നു. 8 മാസം അടച്ചിട്ടിരുന്നു. ആ 8 മാസത്തെ വാടക ഇളവ് വേണം എന്ന് ആവശ്യപ്പെടുന്നു. എന്തായാലും അവരുടെ കൈവശമുള്ള പണം ഇപ്പോൾ അടയ്ക്കാം എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ ഈ ക്രമങ്ങളൊക്കെ മാറും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെ രാവിലെ തന്നെ ഇവർ ഈ GCD ചെയർമാനെ കാണും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. GCD ചെയർമാനും ഇവരുടെ ഒരു വ്യക്തിപരമായ ദുരന്തങ്ങളെക്കുറിച്ച്, കാരണം ഇവരുടെ ഒരു മകൾക്ക് മാനസികമായ ഏറെ ദൗർബല്യങ്ങളുള്ള ഒരു കുട്ടിയാണ്. ഒപ്പം മൂത്ത മകൾ വിവാഹം കഴിഞ്ഞിരുന്നു. അവരും ഭർത്താവും അടക്കം അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവരുടെ മകൻ അപകടത്തിൽ മരിക്കുകയും ചെയ്തിരുന്നു. കാനറ ബാങ്കിൽ നിന്നും ഏതാണ്ട് 3 ലക്ഷം രൂപ കടമെടുത്താണ് ഈ ഒരു ബങ്കർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കാരണം സ്ഥലം മാത്രമാണ് GCD നൽകിയത്. അത്തരത്തിൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ അവർക്കുണ്ട്. പ്രളയകാലം, കോവിഡ് കാലം, ഇങ്ങനെ തുടങ്ങി മാസങ്ങളോളം ടൂറിസം മേഖല സ്തംഭിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ വലിയ തുക ഒരു കുറവ് വരുത്തണം എന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനം എത്തിയാൽ ഒരുപക്ഷെ ഈ തുക പൂർണ്ണമായി പോലും കുറച്ച് നൽകിയാൽ ഈ കുടുംബത്തിന് വലിയ ആശ്വാസം തരുന്ന ഒരു കാര്യം. അധികാരികൾ മനുഷ്യത്വത്തോടുകൂടി ഇടപെട്ട് കാര്യങ്ങൾ പരിഹരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും മനീഷ് പുറത്തുകൊണ്ടുവന്ന വാർത്തയിൽ ഫലവും ഉണ്ടായിരിക്കുന്നു. GCD ചെയർമാൻ തന്നെ നേരിട്ട് ഇടപെടും എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അവരുടെ ഒരു ജീവിതം വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഏതായാലും പ്രശ്നയുടെ ദുരിതം പുറത്തുവിട്ടതിന് പിന്നാലെ പ്രശ്നപരിഹാരത്തിന് ഇടപെടുമെന്ന സ്ഥല MLA TJ വിനോദ് ന്യൂസ് 18നോട് വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി. ഈ കോവിഡ് മഹാമാരി സമയത്ത് വാടക കുടിശ്ശികയുടെ പേരിൽ പ്രത്യേകിച്ച് ഒരു വനിതയെ
ഈ രീതിയിൽ തെരുവിലേക്ക് വലിച്ച് ഇറക്കപ്പെടുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അത് ജില്ലാ ചെയർമാന്റെ ശ്രദ്ധയിലും ഗവൺമെന്റ് ശ്രദ്ധയിലും കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ മാവോയിസ്റ്റുകൾക്കായി പരിശോധന. നഗരത്തിൽ മാവോയിസ്റ്റുകൾ ഒളിച്ചു കഴിയുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന. എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെ മുതലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ ചില ഭാഗങ്ങളിൽ മാവോയിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്, ഇവരെ ഒളിവിൽ കഴിയുന്നു എന്നുള്ള ഒരു വിവരം ഇന്റലിജൻസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സിറ്റി കമ്മീഷണർ AV ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലെ പാറോപ്പടി, കല്ലായി, കാരപ്പറമ്പിന്റെ ഒരു ഭാഗം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള മറ്റു സൂചനകളൊന്നും ലഭിച്ചില്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ മാവോയിസ്റ്റുകൾ കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് അർബൻ മാവോയിസ്റ്റുകൾ പ്രവർത്തനം തുടങ്ങിയെന്ന് ഉൾപ്പെടെയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതായി ഒരു പോലീസ് തന്നെ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇവർ ഇവിടെ ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റുകൾ കോഴിക്കോട് നഗരത്തിന്റെ പല ഭാഗങ്ങൾ ഒളിവിൽ കഴിയുന്നുള്ള വിവരം പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചത്. ശരി, ഗോപികൃഷ്ണൻ. വിനേഷാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. മലയാള സിനിമാ ചിത്രീകരണം സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. ABC കാറ്റഗറിയുള്ള പ്രദേശങ്ങൾ ചിത്രീകരണത്തിന് സർക്കാർ ഇളവ് അനുവദിച്ച സാഹചര്യത്തിലാണ് നടപടി. ഗ്രീഷ്മയാണ് ചേരുന്നത്. ഗ്രീഷ്മ, 1-2 ചിത്രങ്ങൾ തെലങ്കാനയിൽ ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു, അവരൊക്കെ തിരിച്ചു വരികയാണോ? എന്തൊക്കെയാണ് അവസ്ഥ? ഗോപി, തീർച്ചയായും പൃഥ്വിരാജ് ചിത്രം തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസമാണ് ചിത്രീകരണം തുടങ്ങിയത്. ബ്രോഡാഡിയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ തുടങ്ങിയിരുന്നു. ഈ ചിത്രം 2 ആഴ്ചയ്ക്കുള്ളിൽ കേരളത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പറയുന്നത്. കേരളത്തിൽ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നതെങ്കിലും ഇളവുകൾ അനുവദിക്കാത്ത സാഹചര്യത്തിൽ വലിയൊരു വിമർശനവും വിവാദവും ഒക്കെ ഉണ്ടാക്കിയ ശേഷമാണ് ഈ ചിത്രങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയത്. ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിൽ TPR കുറഞ്ഞ പ്രദേശങ്ങളിൽ ഇളവ് സാഹചര്യത്തിലാണ് ഈ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചെത്തുന്നത്. ഈ ചിത്രം മാത്രമല്ല, നേരത്തെ സംസ്ഥാനത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്ന ജീത്തു ജോസഫിന്റെ 12th മാൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ഇപ്പോൾ തിരിച്ചു ഇവിടെ തന്നെ ചിത്രീകരണം നടത്താനുള്ള തീരുമാനത്തിലാണ്. കർശന പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും ചിത്രീകരണം നടത്തുക എന്നും അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. ഇപ്പോൾ ആദ്യ ഷെഡ്യൂൾ തെലങ്കാനയിൽ പുരോഗമിക്കുന്നത് കൊണ്ടാണ് ബ്രോഡാഡിയുടെ ചിത്രീകരണം 2 ആഴ്ചയ്ക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത്. ഈ ഘട്ടത്തിൽ ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ ആന്റണി പെരുമ്പാവൂർ, ഏതായാലും സർക്കാർ നിങ്ങളുടെ ആവശ്യം കേൾക്കുകയും ഇളവ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയൊക്കെയായിരിക്കും നിങ്ങളുടെ നടപടി? തീർച്ചയായിട്ടും അതിയായ സന്തോഷമുണ്ട്, വലിയ സന്തോഷമുണ്ട്. കാരണം ഈ അവസരത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോടും സജി ചെറിയാൻ സാറിനോടും വീണ ജോർജ് അവരോടെല്ലാവരോടും ഞങ്ങളുടെ ഒരു സ്നേഹം, നന്ദിയും എല്ലാം അറിയിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഒരു അവസ്ഥ പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കുകയും അതിനെ അനുവാദം തരികയും ചെയ്തതിൽ ഞങ്ങളുടെ സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങള് ബ്രോഡാഡി എന്ന സിനിമ ഹൈദരാബാദിൽ ഷൂട്ടിംഗ് ഓൾറെഡി തുടങ്ങി. അത് കുറച്ച് പോർഷൻസ് എല്ലാം അവിടെ കണ്ടിന്യൂറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അത് കേരളത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യാനിരുന്ന 12th മാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടും കേരളത്തിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉടൻ തന്നെ അതിന്റെ ചിത്രീകരണം ആരംഭിക്കും. അതിൽ മോഹൻലാൽ സാർ തന്നെയാണ് നായകൻ. നന്ദി ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഗ്രീഷ്മ, അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സിനിമകൾ നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരുന്നു അല്ലേ? തീർച്ചയായും ഗോപി, അടിസ്ഥാന വർഗത്തിന് തൊഴിൽ നഷ്ടമാകുമെന്നുള്ളതായിരുന്നു ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇവിടുത്തെ ചിത്രീകരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ താഴേക്കിടയിലേക്കുള്ള തൊഴിൽ നഷ്ടപ്പെടും, അവർക്ക് വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം ഉണ്ടാകുമെന്നുള്ള ഇതായിരുന്നു ഫെസ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും അതിലൊരു തീരുമാനമായിരിക്കുന്നു. സിനിമാ ചിത്രീകരണം വീണ്ടും സംസ്ഥാനത്ത് സജീവമാകാൻ തുടങ്ങുകയാണ്. ഗ്രീഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ അക്കൗണ്ടിൽ കുറവ് കണ്ടെത്തിയ തുകയിൽ 16 ലക്ഷം രൂപ തിരിച്ചടച്ച് ബാങ്ക്. ബാക്കി സംഖ്യ ഉടൻ പലിശ സഹിതം അടയ്ക്കുമെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ക്ഷേത്രത്തിലെ സ്വർണം, വെള്ളി, ലോക്കറ്റുകൾ വിറ്റ പണം നിക്ഷേപിച്ചതിൽ 27 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് കണ്ടെത്തിയിരുന്നു. ബാങ്ക് ഇടപാടിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കുമെന്ന് ചെയർമാൻ KB മോഹൻദാസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് നന്ദകുമാർ എന്ന ഉദ്യോഗസ്ഥനെ ബാങ്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. മുംബൈയിൽ അതിശക്തമായ മഴയും മണ്ണിടിച്ചിലും, 12 പേർ മരിച്ചു. ചെമ്പൂർ, വിക്രോളി മേഖലകളിലാണ് കൂടുതൽ നാശനഷ്ടം. പാളത്തിൽ വെള്ളം കയറാൻ തുറന്ന നിരവധി ട്രെയിനുകൾ റദ്ദാക്കി. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ പലയിടത്തും ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ ഇന്നും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു.
സംസ്ഥാനത്ത് സിക്ക വൈറസ് ബാധിച്ചവരുടെ എണ്ണം 35ആയി. ഇന്നലെ 5 പേർക്ക് കൂടി സിക്ക സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് കണ്ടെത്തിയ ക്ലസ്റ്ററിൽ തന്നെയാണ് കൂടുതൽ രോഗികളും. രോഗം സ്ഥിരീകരിച്ചവരിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന എറണാകുളം സ്വദേശിയായ ആരോഗ്യ പ്രവർത്തകയുമുണ്ട്. 11 പേരാണ് നിലവിൽ രോഗികളായുള്ളത്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധന. പ്രതിദിന രോഗബാധ വീണ്ടും 40,000-ന് മുകളിലെത്തി. 41,257 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 10,000-ന് മുകളിൽ പ്രതിദിന രോഗബാധയുള്ളത് കേരളത്തിൽ മാത്രമാണ്. അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകൻ ഡാനിഷ് സിദ്ദിഖിയുടെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. രാത്രിയോടെ എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്ത്യയിലെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസം താലിബാൻ റെഡ് ക്രോസിന് കൈമാറിയ ഡാനിഷിന്റെ മൃതദേഹം ഇന്നലെ രാത്രിയോടെ കാബൂളിലെ ഇന്ത്യൻ എംബസിയിൽ എത്തിച്ചിരുന്നു. കായിക വാർത്തകൾ. ടോക്കിയോ ഒളിമ്പിക്സ് വില്ലേജിൽ 2 കായിക താരങ്ങൾ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2 അത്ലറ്റുകൾക്കാണ് രോഗബാധ. വിദേശത്ത് നിന്നെത്തിയ ഒരു ഒഫീഷ്യലിന് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ഗെയിംസ് വില്ലേജിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3ആയി. ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.